പഠിക്കാനുണ്ടോ? ഒരു സെയിൽസാണ്. പഠില്ലേ? അതാ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ചൗമഹലിലാണ് നിൽക്കുന്നത്. എൻ്റെ ഒപ്പം സച്ചു, നിഫ്രിയ, നജ്മ, ആഷ്ന. ചൗഹർ മഹലിലാണ് നമ്മൾ. ചൗഹർ മഹൽ. ചൗമഹൽ. നമ്മൾ ഷൗമല പാലസിന് മുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാണ് പാലസ്. ഹൈദരാബാദ് വന്നാൽ മസ്റ്റ് ട്രൈ ചെയ്ത് കാണേണ്ട ഒരു സ്ഥലമാണ്. എല്ലാ ടീമുടെ ഫോട്ടോ എടുക്കുകയാണ്. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാ എല്ലാവരും ഇതാ കയറി അർച്ച ഞാൻ ഗോള് കെട്ടി ടെൻഷനായി പറയുന്നത്. ചൗമല പാലസ് ഹൈദരാബാദ് ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് കാണേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കുക. അതിൽ ഇത്രയും കാലം എടുത്ത് ഇടൂല, ഇന്ന് എടുത്ത് എന്തായാലും ഇടൂ. അതാ ഇതാണ് കൊട്ടാരം. ഇറക്കം കത്തിക്കുന്ന മെഴുതിരിയാ? ആ ഏതാ രാജാവിൻ്റെ ഡാൻസ് പെർഫോമൻസ് നടക്കുന്നതല്ല. ഏതാ അവിടെ കയറാൻ പറ്റിയില്ലേ? അവിടെ ഇരിക്കല് എന്ത് രാജാവെന്ന് അറിയില്ലേ? അടുത്ത റൂം അതാ. അത് റെക്കോർഡിങ് കുറച്ച് കഴിഞ്ഞാൽ മറ്റേ ഓഫാണ്. മിർ മുഹമ്മദ് അലി ഖാൻ ബദർ അസഫ് ഖാൻ മെഹബൂബ്. എന്തൊക്കെ സംഭവം ഉണ്ടല്ലോ ഇവിടെ. അത് വായിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. എന്തൊക്കെ സംഭവം ഉണ്ട്. പണ്ടത്തെ ഉസ്മാൻ അലി ഖാൻ ബഹദർ അസഫ് ജാ 7th. ഇതാ പ്ലീസ് ഡു നോട്ട് ടച്ച് എന്ന് പറയുക. ഈ കൊട്ടാരൊക്കെ ഒന്ന് കഴിക്കില്ല. ഞാറും ഇത് മറ്റേ സംഭവിക്കും. ചാർമിനാർ, ചൗമല അങ്ങനെ എന്ത് കഴിക്കും? ആണോ? അല്ല അതാ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന പ്രശ്നമില്ല കേട്ടോ. ആൾക്കാർ വരുന്നത് അടുത്ത റൂമിലേക്ക് പോകുന്നവരെ ഒരു ബ്രേക്ക്. ഇതെന്ത് കാണോ ഗോഡ് ലൈഫ് ഓഫ് ചൗമല. ടൈം ഓൾഡസ്റ്റ് ഫോട്ടോഗ്രാഫി.
അലി അലി ഖാൻ്റെ ഫോട്ടോഗ്രാഫർ എനിക്ക് സംഭവം ആ വായിക്കാൻ പറ്റില്ല. എസ് എ വേണുണ്ട്. ആരും വായിക്കുമോ? ഫുൾ ആൾക്കാരാണ്. പണ്ടത്തെ ആൾക്കാർ ഫോട്ടോക്കാണ്. അത് കുറച്ച് വലിയ ഫോട്ടോഗ്രാഫ്. മൊത്തം പണ്ടത്തെ ആൾക്കാരട്ടാ. പണ്ട് ഫുൾ വരയല്ലേ. ടി വി ഉണ്ട്. പണ്ടത്തെ വീഡിയോ കാണിച്ചു. അതാ മേലോട്ടുണ്ടോന്ന്. വാ മേലെ പോയേക്കാം. ഇത് പണ്ടത്തെ എന്താ ഇന്റർനാച്ചോ ഇൻടാച്ച് ഹെറിറ്റേജ് അവാർഡ്. പണ്ടത്തെ അവാർഡുകളാ. ചട്ടിങ് വെള്ളമൊക്കെ കപ്പൊക്കെ ആണ്. ആന്ധ്രാപ്രദേശ് ഓണർ അച്ചീവ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. 1975 ഉണ്ടാക്കിയ സാധനമാണ്. 1975 പണി തുടങ്ങിയ സാധനമാണ്. ഏകദേശം 10-12 കൊല്ലം ഫുൾ പണിയുണ്ട്. 2005 മുതൽ 2010 വരെ ഇത് യുനെസ്കോ നവീകരിച്ചാണ് ഈ സ്ഥലം. ഇതിൽ പോയി റൗണ്ട് അടിച്ചില്ല. ജാമിൽ അശ്വിൻ അറിയുന്നൊരു കമൻറ്റ് ചെയ്തിട്ടാ. ഉസ്മാൻ അലി ഖാൻ. അത് അറിയുന്ന ആൾക്കാരായിരിക്കും ഉണ്ടോ? ഇയാളെവിടെ കണ്ട പോലെ കേട്ടോ. ബാക്കി ആരും കണ്ടിട്ടില്ല. അടുത്ത സ്ഥലത്തേക്ക് പോവാ. ആളെ മാത്രം എവിടെയോ കണ്ടിക്കുന്നില്ലേ? ഇപ്പോഴോ ആരാ? അറിയില്ല. ഉള്ള തന്നെയാണോ? ഓക്കെ. അടുത്ത സ്ഥലത്തേക്ക് പോവാ. സമയം വേസ്റ്റ് ആക്കുന്നില്ല. ക്രൗഡ് ഇന്ന് ദസറയ്ക്കാണ്, എന്നാലും ക്രൗഡ് കുറവാണ് ഇവിടെ. ക്രോക്കറി ഇതിനകത്ത് ആളുകൾ കേട്ടോ. എന്തൊക്കെയുണ്ട് അപ്പുറം. ഇനി കുറിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നത്. നാളെ ക്രോക്കറി ആയിരിക്കും. പണ്ടൊക്കെ കപ്പ് സോസറ്. പണ്ടത്തെ ആൾക്കാർ കുടിച്ച കപ്പും സോസറൊക്കെ. പിന്നെ പ്ലേറ്റ്. അല്ല, ഈ പ്ലേറ്റൊക്കെ എന്തിനാണ് സൂക്ഷിക്കുന്നത്? ആർക്കിയോളജിക്കൽ വാല്യൂ ഉള്ള സാധനമാണ്. എല്ലാം അതിൽ കാട്ടും. ഇന്ന് മറ്റേ ബിരിയാണി വിളമ്പുന്ന ചട്ടി.
ആൾക്കാർ കൂടിയിരിക്കുന്ന മേശ. ആൾക്കാർ നോക്കുന്നുണ്ട് എന്താ ഇവിടെ കാട്ടുന്ന. ഇതെന്ത് ഷോക്കേസ്. ഓരോ രാജ്യത്തും ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യ മേഡ് ഇൻ ജപ്പാൻ, ജപ്പാൻ മേഡ് ഇൻ ബെൽജിയം, വെയിറ്റ് ഇത് മേഡിനെ കൊടുത്തില്ല. ടച്ച് ചെയ്തെന്നൊക്കെ പറയുന്നത്, പക്ഷേ ടച്ച് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല തോന്നുന്നു. ആൾക്കാർ ടച്ച് ചെയ്യുന്നുണ്ട്. മെയ്ഡ് ഇൻ ജർമ്മനി, മെയ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധനം കണ്ട് ഇതിപ്പോഴും ഉണ്ട്. പക്ഷേ ഇതൊരു സംഭവം കൊള്ളാം. ടോപ്പ് യൂതാ അങ്ങനെയൊക്കെ ചോമന പറയുന്നത് ഇത്രേ ഉള്ളൂ തോന്നിട്ടോ. ഗോ DJI Action 2. Action 2 ക്യാമറ. GoPro പോലത്തെ ക്യാമറ. GoPro പോലെയുള്ള ഒരു ക്യാമറ. ഇന്ത്യൻ. ഇത് DJIൻ്റെ DJI. ഹെറിറ്റേജിന് രണ്ടാമത്തെ റൂമത്. ഇവിടെ പെട്ടി, ബെല്ല്, പാത്രം തന്നെയാണ് കൂടുതൽ. ഓരോ ടൈപ്പ് പെട്ടി, സോഫ, മേശ, ജഗ്, വുമൺ ജാക്കറ്റ്, ഓരോ ഷൂ. ചെറിയ രാജാവിൻ്റെ ഷൂ, വലിയ രാജാവിൻ്റെ ഷൂ, റാണീൻ്റെ ചെരുപ്പ്. എൻ്റെ ചെരുപ്പാണ്. ഡ്രസ്സ്. രാജാവ് നോക്കിയ കണ്ണാടി. രാജാവ് നോക്കിയ കണ്ണാടി നമ്മൾ നോക്കി കണ്ണാടിയിൽ ഇപ്പോൾ രാഹുൽ പ്രസാദ് നോക്കുന്നു. കിട്ടുന്നുണ്ട്. രാജാവിൻ്റെ പ്രതിമ. ഓണല്ലേ? ഹലോ ഗൈസ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. കാരണം നമ്മളാണെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്ലേസ് വരുമ്പം ഫസ്റ്റ് നമ്മൾ തന്നെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നിങ്ങളാരെങ്കിലും ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി ഫസ്റ്റ് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ആ സ്ഥലത്തോട്ട് വരിക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് പഠിച്ചറിയാനും കണ്ടറിയാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് നമുക്ക് അതിലെ കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് നമ്മുടെ മനസ്സിൽ ആവിഷ്കരിക്കാനും കാണാനൊക്കെ സാധിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു. ജപ്പാൻ ചൈന കൂടി ഇല്ല. ജപ്പാൻ ചൈന കൂടി ഇല്ല. ജപ്പാനോ ചൈനയോ കൊണ്ടുവന്ന സാധനം. നീരാളി മറ്റേതല്ലേ? പിന്നെ എൻ്റെ ഇത് ഒന്ന് റീലിടണേ. ഇത് ഫുള്ള് ഇടാൻ കൊണ്ടുവന്നു. അത് നോക്കണ്ട, ഇത് വേറെ എന്താ അടുത്ത മുറിയിലേക്ക് നമ്മൾ കയറി. ഈ മുറിയിൽ സെയിൽ കനാദാർമണി പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്ത യുദ്ധ ആയുധങ്ങൾ. 19th century ജർമ്മനി സോഴ്സ് വെച്ചടിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷീൽഡ്, വാള്, ആൾക്കാർ മറ്റിൻ്റെ കൂടെ മേലെ ആരാ മേലെ കയറ്റിയിട്ട് അറിയില്ല. കൊള്ള സംഭവം.
പണ്ടത്തെ കാക്കാമാരതാ. തോക്കുന്നില്ല വന്നിട്ടാ. ഓരോ ടൈപ്പ് കത്തികളാ. കത്തി, വാള്. വീണ്ടും പറഞ്ഞത് കുറച്ച് നീട്ടി വെച്ചോ ഫുള്ളും കാണും. ഹലോ ഗൈസ്, പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ ആയുധപ്പുരകളാണ് നമ്മളിപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണുന്ന പണ്ട് കാലത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളുകളും തോക്കുകളും പിന്നെ പടക്കോപ്പുകളൊക്കെ ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് ഇപ്പോൾ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളൊക്കെ ഈ രാജാവിൻ്റെയോ ഈ രാജകുടുംബത്തിൻ്റെയോ പാരമ്പര്യക്കാരോ അല്ലെങ്കിൽ പിന്മുറക്കാരോ ആയിരിക്കാം ഒരുപക്ഷെ. അതുകൊണ്ട് ഇവിടെ അഹല്യ രമേശ് ഫോട്ടോ എടുക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തോക്കുകളാണ് കേട്ടോ. ചില്ലിൻ്റെ അപ്പുറം തോക്കുകൾ കിടക്കുന്നുണ്ട്. ഇപ്പോഴും അത് വീരൻ്റെ ഗൺ സ്റ്റാൻഡ്. ഇത്രയ്ക്കുള്ളൂ കാണാൻ തോന്നുന്നത്. വേറെ ഒന്നുമില്ല. ആയുധങ്ങളും തോക്കുകളും പിന്നെ അന്നത്തെ യുദ്ധകാലത്ത് യൂസ് ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഫോട്ടോഷൂട്ടാണ്, ക്യാമറ. അടുത്തത് ഇത് അഫ്താബ് മഹൽ. അഫ്താബ് മഹൽ എങ്ങനെ വയ്ക്കാം? അഫ്താബ് മഹൽ ഈ അഫ്താബ് മഹലിൻ്റെ മീനിങ് എന്താ? എന്തൊക്കെ മീനിങ്? എന്തൊക്കെ വലിയ അർത്ഥം ഉണ്ടാവും കേട്ടോ ഇവിടെ. ഇത് മറ്റേ കല്യാണത്തിൻ്റെ തന്നെയാണോ? അന്നത്തെ ആൾക്കാർ കല്യാണം കഴിക്കുന്ന എന്തെങ്കിലും കൾച്ചറുണ്ടാവും. മെയിനായിട്ട് ഓരോ ഉണ്ടാവില്ല ഇവിടെ. ഡ്രസ്സ് കളക്ഷൻസ് ആണ് ഉള്ളത് മെയിനായിട്ട് കാണുന്നത്. രാജാക്കന്മാർ, അത് രാജാക്കന്മാരെ കുട്ടി, രാജാക്കന്മാരെ 500 ആ അന്നത്തെ ഫാഷൻ ഇതൊക്കെ ആ എത്ര കൊല്ലമായി? എനിക്ക് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അവിടെ. ടിക്കറ്റ് പ്രൈസ് ഇവിടെ 100 രൂപ വരുന്നത്. കാണാൻ വെറുത്താണ് സ്ഥലം. കുഴപ്പമില്ല. കാണാൻ വെറുത്താണ് കേട്ടത്. ഇത് കാണാൻ നിൽക്കുന്നുണ്ട്. കുറേ ഫോട്ടോ എടുക്കുക, 5 രൂപ പോവുക, ഇത്രേ ഉള്ളൂ. ഇനി കുറേ സ്ഥലമുണ്ട്. അഫ്സൽ മഹൽ. ജനിക്കണം, രാജാവ് ജനിക്കണമല്ലേ, അല്ലെങ്കിൽ രാജാവ് ആകണം. രാജാവ് രാജാവായിട്ടായിരുന്നു ജനിക്കും. രാജാക്കാരുടെ മക്കളില്ലേ, രാജകുമാരന്മാർ. ഇത്രേ ഉള്ളൂ. ഉള്ളിൽ വരൂല, ഉള്ളിൽ കയറാൻ പറ്റൂല. എന്താ ഇന്ന് ഗുസ്തിയൊക്കെ ആണ് കേട്ടോ. ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഉള്ളിൽ കയറാൻ പറ്റില്ല വന്നിട്ട്. വൃത്തിയൊക്കെ വെച്ചോണ്ട് ഗുസ്തി കളിക്കുന്ന റൂം കേട്ടോ. റെസ്ലിംഗ് റൂമാണ് കേട്ടോ.
ആർക്കിടെക്ചറൊക്കെ കൊള്ളാം. അത് തൊട്ടല് പ്രശ്നമാണോ? ഇങ്ങനെ കൊത്തി എടുത്തിട്ടുണ്ടാവില്ലേ? അന്നത്തെ ആർക്കിടെക്ചർ അല്ല, ശില്പികൾ. ഫോട്ടോ എടുക്കുക കുറേ ഉണ്ട് സംഭവം. വിൻറ്റേജ് കാറിൻ്റെ അതിൻ്റെ ഉള്ളോട്ട് കയറും. അതിന് ഉള്ളിൽ കയറുന്നു വേണ്ട. വിൻറ്റേജ് കാറൊക്കെ ഉണ്ട്. കാറ് ഓ ഓ ഓ അതാ അല്ല എല്ലാം കട്ട എഡിറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയുണ്ട്. റോൾസ് റോയ്സ്, അന്നത്തെ റോൾസ് റോയ്സ്. റോൾസ് റോയ്സാ? അത് ഗോൾഡൻ റോൾസ് റോയ്സ് 1912 പുറത്തിറങ്ങിയ മോഡലാന്ന് തോന്നുന്നു. മോഡലാന്ന് തോന്നുന്നല്ല, അവിടെ എഴുതിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ലീവ്സ് ഒക്കെ ഉണ്ടോ, നേരെ തിരിഞ്ഞാണ്. ഇപ്പോഴത്തെ ലീഫ് ഇതേ കമ്പനി ഇത് നേപ്പിയർ ടൈപ്പ്. അന്നത്തെ കമ്പനികൾ 40 HP ഉണ്ട്. അപ്പോൾ HP ഡിസൈൻ വിൻറ്റേജ് അല്ല, അന്നൊക്കെ അത്രേ ഉള്ളൂ. ഇതേപോലത്തെ സാധനം ഇനി ഇറക്കിയാലോ? ആ നാപ്പിയർ ടൈപ്പ് വേറെ ഇത് ഫോർഡ് ഇത് കളിക്കണ കാറാ ഫോർഡ്. ഓടിക്കാൻ കിട്ടുമെന്നാ? ഫിയാറ്റിന്റെ അംബാസിഡർ കാർ. സെഡാൻ. അന്നത്തെ സംഭവല്ലേ, വലിപ്പുണ്ട്, സാധനമുണ്ട്. സാധനല്ലേ മൂസാക്കാർ. കൂപ്പ, അന്നത്തെ കൂപ്പ. വോൾസ്ലി ഇതൊക്കെ ഓരോ മോഡൽ കാറാണ്, അതിന് ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. എല്ലാം കൊള്ളാം സംഭവം. അന്നത്തെ ജീപ്പുകൾ അപ്പുറത്തേക്ക് കാണാം. അന്നത്തെ ബൈക്ക് മറ്റേ വികലാംഗന്മാരെ കൊണ്ടുപോകാൻ പറ്റുന്ന ബൈക്കാന്ന് തോന്നുന്നു. എങ്ങനെയാ? അന്ന് വീൽ ചെയർ ഒക്കെ ഉണ്ടോ? ബൈക്ക് അത് ചേച്ചി പറയുന്ന വാവ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, മറ്റേ പണ്ടത്തെ സിനിമകളിൽ കാണാറുണ്ട്. ഇന്ത്യൻ അത് കളിക്കണ ബൈക്കാണ്. പൊളി 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 പൊളി. അതാ അപ്പുറത്ത് കൂടെ പോയേക്കാം, അടുത്ത് ഓണായി. ബഗ്ഗി കാണാം. ബഗ്ഗി ഷെഡ്, ജീപ്പ് അവിടെ ഇത്ര എടുത്ത് നമുക്ക് കാണാം. ജീപ്പ്, അടുത്ത ജീപ്പ് വില്ലി എക്സ്. ഡ്രൈവ് നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാ. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. അത് ഫോറിനേഴ്സൊക്കെ അങ്ങനെയുള്ള. V6 നിസാൻ്റെ V6 എഞ്ചിനുള്ള കാറ്. കൊള്ളല്ലേ? ഏത് സംഭവം. അന്നത്തെ കുതിരവണ്ടി.
വണ്ടി. ഇത് കുതിര ഇല്ലാത്ത വണ്ടിയാണോ? കാരവൺ ഹിച്ചിങ് 3 പോയിന്റ് ഹിച്ച് ആണിത്. ട്രാക്ടർ പഠിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. 3 പോയിന്റ് ഫാർമസി ട്രെയിനിങ് ആവുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. എന്തൊക്കെ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ തോന്നില്ലേ? ഡ്രൈവർക്ക് ഇരിക്കാനാണ്. കുതിര വണ്ടി ഇല്ല. കുറേ വ്യൂ ഉണ്ട് കാണാൻ. 100 രൂപയ്ക്ക് വെറുത്താണല്ലേ? രാവിലെ എന്താ പറയാനുള്ളത്? അപ്പോൾ കുഴപ്പമില്ല 100 രൂപയ്ക്ക്. രാവിലെ എന്താ നേരത്തെ പറയാൻ എന്താ പറയാ? നേരത്തെ എനിക്ക് തോന്നിയത് 100 രൂപയ്ക്ക് ഇത് നമുക്ക് മുതലാവില്ലെന്നാണ്. ഇപ്പോൾ പണ്ടത്തെ കാറുകളും പണ്ടത്തെ പലതരത്തിലുള്ള വാഹനങ്ങളെ കണ്ട സ്ഥിതിക്ക് എനിക്ക് മനസ്സിലായി 100 രൂപയ്ക്ക് ഇത് കുഴപ്പമില്ല. റോൾസ് റോയ്സ് അടുത്ത് കാണാൻ പറ്റി. അതാ നേരിട്ട് കണ്ടിട്ടുണ്ടോ രാഹുൽ? റോൾസ് റോയ്സ് നാട്ടിലുണ്ടോ? ഇടുക്കിയിലൊക്കെ ധാരാളമായിട്ടുണ്ട്. തൃശ്ശൂരുകാരായ അശ്വിന് ചിലപ്പം കണ്ടുണ്ടാവില്ല. അശ്വിനൊന്നും ഇല്ല. ഞങ്ങളുടെ നാട്ടിലാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ ആഡംബരം പറഞ്ഞ് നടക്കാറില്ല. പക്ഷെ തൃശ്ശൂർ ആൾ കൊണ്ടുവരില്ല, കാരണം തൃശ്ശൂർ അതിനുള്ള റോഡില്ല. അതാ റോൾസ് റോയ്സ് ഒക്കെ എന്ത് സംഭവമുണ്ട്, കാണാൻ കുറേ സംഭവമുണ്ട്. ചൗമല പാലസ് നമുക്കൊരു യൂട്യൂബ് ഓക്കെ. ചാനൽ വേറെ ചൗമല പാലസ് കഴിഞ്ഞിട്ട് നേരെ പോകുന്നതാണ് ചാർമിനാറിലേക്ക്. എൻ്റെ ഇടയ്ക്കുള്ള കുറേ കച്ചവടമാണ്. അതാ കുറേ കച്ചവടമുണ്ട് ഇവിടെ. ഓരോരുത്തർ മോളെ കുളിച്ച് നടക്കുന്നുണ്ട്. ചാർമിനാർ ചാർമിനാർ ഇങ്ങനെ പോവാ. ഇവിടെ നിന്നുണ്ടോ? ഇതോ പള്ളിയാ? പള്ളിയാണോ അവിടെ? ചാർമിനാർ പഴയ കാലത്തുള്ള പൈസകളൊക്കെ ഉണ്ട്. उठा के डालो टकरा शाट अंदर. കുറേ മാരകളും പെൺകുട്ടികൾക്ക് കൂടെ ലാഭട്ടാ. ലാഭമായിട്ടും തോന്നുന്നു. 100 രൂപ കിട്ടുന്നു ഫിക്സ് റേറ്റ്. അത് ആരാ കാണില്ല. ഈ ക്രൗഡിൻ്റെ ഇടയിൽ കുടുങ്ങി പോയി നമ്മൾ. നമ്മൾ ചാർ മിനാർ പുള്ളി കിടക്കാൻ കഴിയില്ല. പുള്ളിയും കിടക്കുക. ഞാൻ അപ്പുറത്താണോ നീ? തുടങ്ങിയ നമ്മള് ചാർമിനാർ കയറി കൊടുക്കാം. കുറെ കഷ്ടപ്പെട്ടു ഇരിക്കണം. വീടങ്ങനെ പോകും. കേരള
കൈയോടെ തന്നെയല്ലേ? ഇറങ്ങി അപ്പുറത്ത് കൂടെ ആരും ചാട അതാ പണ്ടത്തെ ആൾക്കാരുണ്ടാക്കുന്നല്ലേ ഇത്? പണ്ടത്തെ ആൾക്കാരെ കണ്ടുപിടുത്തേക്കില്ലത്. അതിനെ കുടിക്കുക സ്പീഡ് കൂടി തല തല ഇങ്ങോട്ട് പാടെടുക്കണം. നല്ല രസമുണ്ടാവുള്ളൂ. എവിടെയാ? ജനങ്ങളെന്നല്ലേ ക്രൗഡ് മസ്റ്റ് വാച്ചതല്ല.